ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡിറ്റർമിനൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അത് 5th പാർട്ട് വീഡിയോ. അപ്പോൾ ഇതോടുകൂടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിക്സസ് ആണ്. അപ്പോൾ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻസിൻ്റെ ഒരുപാട് യൂസസ് നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാൻ, ലൈൻ്റെ ഇക്വേഷൻ കാണാൻ, ഏരിയ കാണാൻ, അങ്ങനെ ഒരുപാട് യൂസസ് മെട്രിക്സിനും ഡിറ്റർമിനൻസിനും ഒക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന യൂസ് എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നല്ലൊരു യൂസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പഠിക്കുന്നതിന് മുമ്പേ തന്നെ എന്താണ് ഒരു കൺസിസ്റ്റന്റ് സിസ്റ്റം എന്നും ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്നും അറിഞ്ഞിരിക്കണം. കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അതായത് ഒരു സിസ്റ്റം ഇക്വേഷൻസിന്, അതായത് ഒരു കൂട്ടം ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് അതിന് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, കൺസിസ്റ്റന്റ് ആണ്. ഉത്തരവില്ല, ഒരു കൂട്ടം ഇക്വേഷൻസ് എടുത്തിട്ട് അതിന് ആൻസർ ഇല്ല, സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതെന്താണ്, ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റമാണ്. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതെല്ലാം കൺസിസ്റ്റന്റ് സിസ്റ്റംസിന്റെ സംഭവങ്ങളാണ്. ഓക്കെ, അതായത് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ 3 ഇക്വേഷൻസ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 ആൻഡ് a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഇങ്ങനെ 3 ഇക്വേഷൻസ് ഈ ഫോമിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. അതായത് ഈ ഇക്വേഷൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കോഎഫിഷ്യൻസിനെ എല്ലാം ഞാനൊരു മെട്രിക്സ് ആക്കി എഴുതുന്നു. അതായത് a1 b1 c1, a2 b2 c2, a3 b3 c3. ദിസ് ഇസ് ദ ഫസ്റ്റ് മെട്രിക്സ്. ആൻഡ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. അതെന്ന് പറയുന്നത് നമുക്ക് അൺനോൺ വേരിയബിൾസ് ആയിട്ടുള്ള എക്സ് വൈ സെഡ് ആണ്. പിന്നെ ബി എന്നുള്ള ഒരു സെറ്റ് എടുത്തു, സെറ്റല്ല മെട്രിക്സ് എടുത്തു. അത് d1 d2 d3 ആണ്. ഓക്കെ, ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഇത് രണ്ടും എന്താണ്, കോളം മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം അത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എയിനെയും എക്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇങ്ങനെ കിട്ടും, a1x പ്ലസ് by1 പ്ലസ് c1z ഈക്വൽ ടു d1. കണ്ടോ, നമുക്ക് ഈ 3 ഇക്വേഷൻസിനെ ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഈ എ ഇൻറ്റു എക്സിനെ ചെയ്താൽ എനിക്ക് ഇത്രയും കിട്ടും. പിന്നെ d1 d2 d3 ഇങ്ങനെ. അപ്പോൾ എനിക്ക് എഴുതാം ax ഈക്വൽ ടു b. ഓക്കെ, ഇനി രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ഇൻവേഴ്സ് ഓഫ് ax ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് b. എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ ix is equal to a inverse b. സോ x is equal to a inverse b. അപ്പോൾ എനിക്ക് x is equal to a inverse b എന്ന് കിട്ടി. അതായത് എന്റെ ഇൻവേഴ്സ് എടുത്തു, അതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, x എന്നുള്ള എക്സ് വൈ സെഡ് ആ 3 അൺനോൺ വേരിയബിൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമുക്ക് കുറെ സാധനങ്ങളുടെയൊക്കെ പൈസയൊക്കെ തന്നിട്ട് ഓരോന്നിൻ്റെയും വില കാണാനൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എക്സും വൈയും വരുന്ന കേസും എക്സും വൈയും സെഡും വരുന്ന കേസും. ഓക്കെ, അപ്പോൾ ആദ്യം എക്സും വൈയും വരുന്ന കേസ് നോക്കാം. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഒരു കൂട്ടം ഇക്വേഷൻ 2x പ്ലസ് 5y ഈക്വൽ ടു 1 ആൻഡ് 3x പ്ലസ് 2y ഈക്വൽ ടു 7. ഇത് പെയർസ് ഓഫ് ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്, രണ്ട് സൈഡിൽ ഇവിടെ 3 കൊണ്ടും ഇവിടെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യൻസ് രണ്ടും 6x ആകും. അപ്പോൾ വൈനെ മാത്രം ചെയ്തെടുത്താലും മതി, നമുക്ക് y കിട്ടും. പിന്നെ അതിൽ നിന്ന് എക്സും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലാതെ മെട്രിക്സ് മെത്തേഡ്, ഓക്കെ, ഡിറ്റർമിനന്റ് മെത്തേഡ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എ എഴുതി. എ എന്താണ്, 2 5 3 2 2 5 3 2 ഇൻറ്റു എക്സ് എന്താണ്, എക്സ് വൈ, ബി എന്താണ് 1 7. ഓക്കെ, അപ്പോൾ എനിക്ക് ഇക്വേഷൻ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഓക്കെ, അതാണ് ഇക്വേഷൻ എന്നറിയാം. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ അഡ്ജോയിന്റ് ഓഫ് എ ആണെന്നറിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻവേഴ്സ് കാണാം. അപ്പോൾ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു
1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ വേണം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2 into 2 4 minus 3 into 5 15 which is minus 11. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് -11 ആണ്. ഇനി എന്താണ് കാണേണ്ടത്? അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെ കാണാം? ജസ്റ്റ് ഇത് ഇന്റർചേഞ്ച് ചെയ്യുക, 2 തന്നെ കിട്ടും. പിന്നെ ഇതിന്റെ സൈൻ മാറ്റി കൊടുക്കുക, അപ്പോൾ -5. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ -11 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എന്റെ ഇൻവേഴ്സ് കിട്ടി. ഓക്കെ, 2 - 5 - 3 2 ആണ് എ ഇൻവേഴ്സ്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എ ഇൻവേഴ്സ് കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഇനി ബി കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ജസ്റ്റ് 1/7 കൊണ്ട്. അതായത് ഞാനിവിടെ എന്താണ് 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ബി. അപ്പം ഞാൻ അഡ്ജോയിൻ്റ് ഓഫ് എനെയും ബീനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഞാൻ ഈ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വിചാരിക്കുന്നത്. ഏത് ചെയ്താലും ഉത്തരം സെയിം തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് എളുപ്പം, എക്സും വൈയും ഒരുമിച്ച് കിട്ടാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ 1 ബൈ -11 ഇൻറ്റു ഇതെങ്ങനെ ചെയ്യും? 2 into 1 2 പ്ലസ് -5 into -35. ഓക്കെ, അപ്പോൾ 2 - 35 -3 into 1 -3 പ്ലസ് 2 into 7 എത്രയാണ്? 14. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ബൈ -11 ഇൻറ്റു 2 + 35 is -33. ഇതിൻ്റെ ആൻസർ -11. ഓക്കെ, സോറി 11. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം -33 ബൈ -11 11 ബൈ -11 ആണ് ആൻസേഴ്സ്. ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എത്ര വരും? 3 വരും 1 വരും. ഇതാണ് എന്ത് പറയുന്നത്? എക്സ് വൈ -1. അപ്പോൾ എക്സ് എത്രയാണ്? 3ഉം വൈ എത്രയാണ്? -1ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ബി. ഓക്കെ, എ ഇൻവേഴ്സ് ബി ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് 2 കിട്ടും, 3ഉം -1ഉം. അപ്പോൾ എക്സ് വൈ എന്ന് അങ്ങനെ എഴുതാം. ഓക്കെ, സ്റ്റെപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 വരുന്ന കേസ് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു ട്രിക്ക് പോലെ പറഞ്ഞുതരാം. ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി ഉള്ളതാണ്. അതിൻ്റെ പേരാണ് ക്രാമേഴ്സ് മെത്തേഡ്. ഓക്കെ, ക്രാമേഴ്സ് റൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്രാമേഴ്സ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷൻ, അതായത് എക്സും വൈയും ഉള്ള ടേംസിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു റൂളാണിത്. അപ്പോൾ ഇക്വേഷൻ ax പ്ലസ് by ഇസ് ഈക്വൽ ടു ഇയും cx പ്ലസ് dy ഇസ് ഈക്വൽ ടു എഫ് എന്ന ഫോമിലുമാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ed മൈനസ് ബി എഫ് ബൈ എ ഡി മൈനസ് ബി സി, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എ എഫ് മൈനസ് ഇ സി ബൈ എ ഡി മൈനസ് ബി സി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഇട്ട് ചെയ്ത ആൻസറും ഇതും സെയിം ആയിട്ട് തന്നെ കിട്ടും. ഇതൊരു ജനറൽ ഫോം എടുത്തിട്ട് എക്സും വൈയും കാണുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതൊരു ട്രിക്കായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം? എ ഡി മൈനസ് ബി സി ആയിരിക്കണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മുകളിലത്തത് മാത്രം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം മതി. ഇൻവേഴ്സ് കാണുന്ന ബുദ്ധിമുട്ടില്ല. അഡ്ജോയിൻ്റ് കാണുന്നതും ഡിറ്റർമിനൻറ്റും കണ്ട് സ്റ്റെപ്സ് അധികം വരുന്നില്ല. പെട്ടെന്ന് തീരുന്നൊരു ഇതാണ്. ഇനി നമുക്ക് 3 വരുന്ന കേസ്, അതായത് എക്സും വൈയും സെഡും കാണുന്ന കേസസ് നോക്കാം. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 8, 2x പ്ലസ് y മൈനസ് z ഈക്വൽ ടു 1, 4x മൈനസ് 3y പ്ലസ് 2z ഈക്വൽ ടു 4. ഇങ്ങനെ 3 ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എ എഴുതണം. എ എന്ന് പറയണത് കോഎഫിഷ്യൻസ്, എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ എങ്ങനെയാണ് വരുന്നത്? 3 എക്സിൻ്റെത്, പിന്നെ വൈയുടെ -2, സെഡിൻ്റെ 3. പിന്നത്തെ ഇക്വേഷനിൽ 2 1
-1. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസ്. ഓക്കെ, ഒരു ഇക്വേഷനിലും എല്ലാ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് അതേ ഇതിൽ തന്നെ എഴുതണം, അതേ റോയിൽ തന്നെ എഴുതണം. ഓക്കെ, മാറ്റി എഴുതരുത്. അതേ റോയിൽ തന്നെ അതിൻ്റെ കോഎഫിഷ്യൻസ് വേരിയബിൾസ് ഇല്ലാതെ, അതായത് എക്സും വൈയും സെഡും ഇല്ലാതെ അവരുടെ കോഎഫിഷ്യൻസിനെ നിരത്തി അതേ റോയിൽ എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 4 - 3 2. എ കിട്ടി. എക്സ് എന്ന് പറയുന്നത് അൺനോൺ വേരിയബിൾസിൻ്റെ കോളം മെട്രിക്സ്. പിന്നെ ബി എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കോളം മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇതും കിട്ടി. നമുക്കറിയാം എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/det(a) adjoint(a). ഓക്കെ, അതും നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം det(a) കാണണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്കും സുഖമായിട്ട് നേടാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ ഇതെന്തായാലും എക്സാമിന് വരും. അപ്പോൾ എല്ലാവരും നോക്കുക. det(a) കാണുന്നത് എങ്ങനെയാണ്? 3. അത് വരുന്ന റോയും കോളം കട്ട് ചെയ്ത് 1 - 1 - 3 2 -2. അപ്പോൾ +2 ഡിറ്റർമിനൻറ്റ് 2 - 1 4 2 +3 ഡിറ്റർമിനൻറ്റ് 2 1 4 - 3. ഓക്കെ, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ചെയ്യാൻ നമുക്ക് മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞുകൊണ്ട് അത് ഡീറ്റെയിൽ ചെയ്ത് ടൈം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ 3 × 2 - 3 +2 × 4 - -4 +3 × -6 +4. ഓക്കെ, -6 -4. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുമ്പോഴേക്കും 3 × -1 +2 × 8 +3 × -10 which is equal to -3 +16 -30. ആൻസർ എത്ര കിട്ടും? -33 +16 which is -17 ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കിട്ടിയപ്പോൾ 1/det(a) എന്ന് പറയുന്നത് 1 - -17 ആണ്. ഇനി നമുക്ക് adjoint of a കാണാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? aij കാണണം, n കാണണം, mij മൈനർ കാണണം, aij കോഫാക്ടർ കാണണം. ഓക്കെ, n എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് ആ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം. വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിന് aij എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. പിന്നെ ഒന്ന് എല്ലാം വൃത്തിക്ക് കിടക്കട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ aij എന്ന് പറയുമ്പോഴേക്കും 1 1 a11 അങ്ങനത്തെ സംഭവമാണ്. a12 a21 a22 23 31 32 33. ഓക്കെ, ഇനി n എന്ന് പറയുന്നത് നമ്പേഴ്സ്. 3 - 2 3 2 1 -1 4 -3 2. ഓക്കെ, മൈനർ കാണാൻ അറിയാമല്ലോ എങ്ങനെയാണ്. അത് വരുന്ന റോയും കോളവും കട്ട് ചെയ്തിട്ട് ബാക്കി വന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 1 - 1 -3 2. ഓക്കെ, അപ്പോൾ 3 ഇത്രയും എന്ത് വരും? 2 -3 ഇപ്പം എന്ത് വരും? -1 വരും. അപ്പോൾ അതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് -1 raised to i + j 2 × ഇത് -1. അപ്പോൾ നമുക്ക് ആ ഭാഗം -1 എന്ന് തന്നെ കിട്ടും. ഓക്കെ, -1 ആണ് aij. അങ്ങനെ നമുക്ക് ഈ 9 എണ്ണത്തിൻ്റെ മൈനറും കാണണം, 9 എണ്ണത്തിൻ്റെ അഡ്ജോയിൻറ്റും കാണണം, കോഫാക്ടറും കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? കോഫാക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, കാര്യം കുറേ ടൈം പിടിക്കും. ചെയ്യാൻ അറിയാവുന്നതാണ്, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് പറയാം. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/det(a). അഡ്ജോയിൻ്റ് ഓഫ് എ വരുന്നത് -1 -5 -1 -8 -6 9 -10 1 7 ആണ്. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടി. ഇനി ഇൻറ്റു ബി എത്രയാണ്? 814. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാ 1/det(a) ഇൻറ്റു ഇതെന്ത് ചെയ്യാം? ഗുണിച്ച് എഴുതുക. അറിയാമല്ലോ, ഗുണിക്കാൻ പറ്റും. ഇത് 3/3 ആണ്, ഇത് 3/1 ആണ്. അപ്പോൾ കിട്ടുന്നത് 3/1 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും കട്ടി 3/1 ഓർഡറിലായിരിക്കും കിട്ടുക. അപ്പോൾ -1 × 8 -8 +-1 × 1 -1 -5 +-1 × 4 -4. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വരുമ്പോഴേക്കും വാല്യൂസ് -17 വരും. പിന്നെ -8 × 8 -64 -6 × 1 -6 +9 × 4 36 ചെയ്ത് വരുമ്പോഴേക്കും -34 എന്ന് കിട്ടും. പിന്നെ -10 × 8 +1 × 1 +7 × 4 28. അപ്പോൾ -51 എന്ന് കിട്ടും.
ഓക്കെ, അപ്പം ഇത് ചെയ്യുമ്പോഴേക്കും 1 2 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ആണല്ലോ, ഇത്രയും എ ഇൻവേഴ്സ് ഇൻറ്റു ബി, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു കോളം മെട്രിക്സ് 1 2 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക എക്സ് വൈ സെഡ് ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണല്ലോ. അപ്പോൾ എക്സ് 1ഉം വൈ 2ഉം സെഡ് 3ഉം. ഹെൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഡിറ്റർമിനന്റ് മെത്തഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ ടൈപ്പ് തന്നെയാണ് മിക്കവാറും വരാറ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് മെട്രിക്സ് രീതി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിളും 3 വേരിയബിളും വരാം. മിക്കവാറും കേസുകളിൽ 3 വേരിയബിൾ ഇട്ടാണ് വരാറ്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സസൈസ് 4.6 കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീൻസ് ലാസ്റ്റ് എക്സസൈസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് ലാസ്റ്റ് എക്സസൈസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ്. നമ്മളിപ്പം ഇപ്പോൾ സവാള, ഗോതമ്പ്, അരി അതൊക്കെ ഒരാൾ ഇത്ര മേടിച്ചു, രണ്ടാമത്തെ ആൾ അതേ കടയിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റി മാറ്റി മേടിച്ചു, മൂന്നാമത്തെ ആളും അയാൾക്ക് ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിൽ മേടിച്ചു. അപ്പോൾ 3 പേരും മേടിച്ച ക്വാണ്ടിറ്റിയുടെയും പൈസയുടെ അടിസ്ഥാനത്തിൽ ഓരോന്നിനും എത്ര രൂപയായി എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.